വിനീതേട്ടൻ നമ്മുടെ മുത്തല്ലേ. ആ ഒരു ദിലീപേട്ടൻ്റെ കോള് ഭയങ്കരമായിട്ട് തന്നെ സിനിമയിലെ ഫ്രണ്ട്ഷിപ്പുകളൊന്നും ശാശ്വതമല്ല എന്ന് എല്ലാവരും എപ്പോഴും പറയാറുണ്ട്. അവന്മാരിപ്പോൾ നിൽക്കുന്ന ഏത് അവസ്ഥയിലാണോ അതിന് കാരണം അവരുടെ സ്വന്തം മനസ്സ് തന്നെയാണ്. വിനീതേട്ടനില്ലായിരുന്നെങ്കിൽ അതുപോലെ ദിലീപേട്ടനില്ലായിരുന്നെങ്കിൽ ഞങ്ങളാരും ഉണ്ടാവില്ലായിരുന്നു. ഇന്ത്യ ഗിൽസിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ നമസ്കാരം. ATM എന്ന് പറഞ്ഞ പടത്തിൻ്റെ പേര്. ഇത് ശരിക്കും പറഞ്ഞ ഒരു കൂട്ടുകെട്ടിൻ്റെ സിനിമയാണ്. 4 ചെറുപ്പക്കാരുടെ ലൈഫിലുണ്ടാകുന്ന ചില ഇൻസിഡൻസാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആന്തോം എന്നാണ്, ആൻ്റണിയുടെ ആന്തോം. ആൻ്റണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ 4 കൂട്ടുകാരിൽ ഒരു ക്യാരക്ടറാണ്. പുള്ളി ചെറിയൊരു പ്രണയരോഗിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആൻ്റണി. പക്ഷേ അവൻ്റെ പ്രണയം അവന് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം അവനില്ല. അതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു ത്രില്ലറായിട്ടുള്ളൊരു സിനിമയായിരിക്കും എന്തായാലും. സൗഹൃദമാണ് എപ്പോഴും നമ്മളെ പിടിച്ചു നിർത്തുന്ന മെയിൻ കാര്യങ്ങളിലൊന്ന്. പ്രത്യേകിച്ച് എന്നെ സിനിമയിൽ പിടിച്ചു നിർത്തുന്ന ഏറ്റവും എൻ്റെ ബലം എന്ന് പറഞ്ഞാൽ സൗഹൃദം തന്നെയാണ്. സിനിമയിലെ ഫ്രണ്ട്ഷിപ്പുകളൊന്നും ശാശ്വതമല്ല എന്ന് എല്ലാവരും എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ മലർവാടിയിൽ വന്ന ഞങ്ങളുടെ എല്ലാ ആളുകൾ, ഈവൻ അന്ന് ഞങ്ങളുടെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്ത യൂണിറ്റിലെ ചേട്ടന്മാർ, അതുപോലെ തന്നെ മേക്കപ്പിലെ ആളുകൾ, കോസ്റ്റ്യൂമിലെ ആളുകൾ, എല്ലാവരുമായിട്ട് ഞങ്ങളിപ്പോഴും റിലേഷൻ വയ്ക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ 5 പേരും, അതുപോലെ വിനീതേട്ടൻ, ഷാൻ ഒക്കെ എല്ലാവരുമായിട്ടും എപ്പോഴും ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ആ ഒരു ടീം ഒരുമിക്കുമ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈഗോ ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് അതാണ് ആ ടീമിൻ്റെ സക്സസ് എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. പിന്നെ സിനിമയിൽ എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. എല്ലാവർക്കും എല്ലാവർക്കും ഇതുപോലെ സിൻസിയർ ആവാണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ ടീമിൽ എല്ലാവരും പരസ്പരം നല്ല സിൻസിയറാണ്. എല്ലാവരും ഭയങ്കര വളരെ സപ്പോർട്ടീവാണ്. കൂടെ ഉള്ളവരെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന, അതിനെ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആ ടീമിൽ അംഗമാവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എനിക്കങ്ങനെ അധികം കൂട്ടുകാരൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ആ ടീമിനെ കാണുന്നത്. വിനീതേട്ടൻ നമ്മുടെ മുത്തല്ലേ. വിനീതേട്ടനില്ലായിരുന്നെങ്കിൽ അതുപോലെ ദിലീപേട്ടനില്ലായിരുന്നെങ്കിൽ ഞങ്ങളാരും ഉണ്ടാവില്ലായിരുന്നു. ദിലീപേട്ടനാണ് എനിക്കും നിവിനും രണ്ടാമതൊരു സിനിമ തന്ന പോലും. അതുകൊണ്ട് ഒത്തിരി നന്ദിയുണ്ട് ദിലീപേട്ടനോടും വിനീതേട്ടനോടും. വിനീതേട്ടനാണ് ഞങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനൊന്ന് ഡൗണായി വരുന്ന സമയത്ത് എനിക്കൊരു ചെറിയ ക്യാരക്ടറായാൽ പോലും ആ സിനിമയിൽ തന്ന് വീണ്ടും ആ പഴയ രീതിയിലേക്കൊന്ന് കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ടീമിൻ്റെ തന്നെ ഒരു ഗുണമാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ബാക്ക് ബോണാണ് വിനീതേട്ടൻ. നിവിന്, അജു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണിപ്പോൾ. കാരണം അജുവും നിവിനും നല്ല കത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അതിങ്ങനെ തന്നെ ആവട്ടെ ഈശ്വര, ഫുൾ ടൈം ഇനിയുള്ള കാലങ്ങൾ മുഴുവൻ അവന്മാർ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥന, ഇതിൽ ഉയർന്നു വരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞ് അവന്മാരിപ്പോൾ നിൽക്കുന്ന ഏത് അവസ്ഥയിലാണോ അതിന് കാരണം അവരുടെ സ്വന്തം മനസ്സ് തന്നെയാണ്, അവരുടെ പ്രവൃത്തി തന്നെയാണ്. ഇത്രയും കൂടെയുള്ളവരെ ഹെൽപ്പ് ചെയ്ത് എല്ലാം കൊണ്ടും ഒരു അഹങ്കാരവും ഒരു ഈഗോ ഇല്ലാതെ ഞാൻ അവരോട് പഠിച്ചിട്ടില്ല, ഞാൻ അവരോട് ചെറുപ്പം തൊട്ട് കളിച്ചു വളർന്ന ഒരാളെയല്ല. പക്ഷേ എങ്കിൽ പോലും അതാണ് ഈ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്കൊരു വിഷമം ഉണ്ടായാൽ ആദ്യം ഓടിയെത്തുന്നത് അമ്മമാരൊക്കെ തന്നെയായിരിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ സൗണ്ട് മാറിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അമ്മമാർക്ക് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് അത് എൻ്റെ ഏറ്റവും വലിയൊരു ബലമാണ്, എൻ്റെ ഏറ്റവും വലിയ സ്വത്തായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായ ഒരു സമയമുണ്ട്. കാരണം എനിക്ക് മലർവാടി കഴിഞ്ഞിട്ട് തട്ടത്തിന്മറയത്ത് ഇറങ്ങിയ സമയത്ത് ദിലീപേട്ടൻ ഏതോ ഒരു സ്ഥലത്ത് ദിലീപേട്ടൻ ഷൂട്ടിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ ദിലീപേട്ടൻ്റെ കോൾ വന്നിട്ട് ദിലീപേട്ടൻ പടം കണ്ടിട്ടില്ല, പടം നല്ല ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞത്, എൻ്റെ മക്കളെല്ലാവരും അടിച്ച് പൊളിക്കണ്ടല്ലേ, ഞാൻ അറിയുന്നുണ്ട് കാര്യങ്ങൾ, നന്നായി വരും എന്ന് പറയും. ആ ഒരു ദിലീപേട്ടൻ്റെ കോള് ഭയങ്കരമായിട്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് വടക്കൻ സെൽഫി ഇറങ്ങി കഴിഞ്ഞപ്പോൾ
അടക്കം സെൽഫി ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ അപ്രിസിയേഷനോ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് വന്നില്ല. പക്ഷേ നമ്മുടെ ചേട്ടൻ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ചെറിയ ക്യാരക്ടറായാലും വളരെ നന്നായിട്ടുണ്ട്, നീ ആടിനകത്ത് ചെയ്തതിനേക്കാളും ഒരു മാറ്റം വന്നിട്ടുണ്ട് അതിനകത്ത്, നീ നിൻ്റേതായ രീതിയിലാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്കത് വലിയൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഈ 2 ഇൻസിഡൻറ്റ് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. എനിക്കൊരു മാറ്റം ഇതുവരെ തോന്നിയിട്ടില്ല. ഞാനിപ്പോഴും ബസ്സിന് പോവും, ഞാനിപ്പോഴും ട്രെയിനിന് പോവും, ഞാനിപ്പോഴും സ്കൂട്ടർ ഓടിച്ച് നടക്കും. എൻ്റെ നാട്ടിലിറങ്ങിയാൽ ഞാൻ കയ്യിൽ കൊണ്ടെടുത്ത് എൻ്റെ നാട്ടിൽ ഇറങ്ങി നടക്കും. എനിക്ക് യാതൊരു മാറ്റവുമില്ല. എനിക്ക് ഒരിക്കലും മാറാനും പറ്റില്ല. സിനിമ ഇത് എൻ്റെ പാഷനാണ്, അതുപോലെ തന്നെ എൻ്റെ പ്രൊഫഷനുമാണ്. വേറെ ഒന്നുമില്ല. കാരണം എൻ്റെ ആകെയുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമ മാത്രമാണ്. അപ്പോൾ സിനിമ ആണ് എൻ്റെ കുടുംബത്തെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ എനിക്കിതൊരു എന്താ പറയുക, എൻ്റെ ജോലി കൂടിയാണ് സിനിമ. മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഉറപ്പായിട്ടും പുരുഷു എന്നുള്ള കഥാപാത്രം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് സ്ക്രീനിൽ എന്നെ കണ്ട അത് പുരുഷുവായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുരുഷുവിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്തത് തന്നെയാണ്. താല്പര്യം നമ്മൾ വീട്ടിലെല്ലാവരും ഭയങ്കര ഫുഡി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പ്രത്യേകിച്ച് അമ്മ പാലാ സൈഡായതുകൊണ്ട് നല്ല രീതിയിൽ മീൻകറിയും, ഇപ്പോൾ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നു തുടങ്ങി, നല്ല മീൻകറി, ചട്ടിയിലിട്ട മീൻകറി, അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് അമ്മ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ പപ്പയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ലപോലെ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഞങ്ങളും അമ്മയുടെ കറികളും കാര്യങ്ങളെല്ലാം ഞങ്ങളും നല്ലപോലെ തട്ടിവിടും. പിന്നെ അമ്മയുടെ കൈപ്പുണ്യമുണ്ട്, അതിനൊരു പ്രത്യേക സുഖമാണ്. എൻ്റെ ഇനി പുറത്തിറങ്ങാനുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഒന്ന് ദൂരം എന്നുള്ള സിനിമയാണ്, പിന്നെ ഉള്ളത് സാധാരണക്കാരൻ, പിന്നെ ഉള്ളത് 1 സെക്കൻഡ് പ്ലീസ് എന്നൊരു പടമുണ്ട്,